ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ഫിലിം ഹബ് 23. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു കിഡിലൈൻ അപ്ഡേറ്റുമായാണ്. അപ്ഡേറ്റിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സിനിമാ ലോകത്തെ ആവേശത്തിലാക്കിയ അനൗൺസ്മെന്റ് ആയിരുന്നു പ്രേമലു 2 എന്ന ചിത്രം. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു പ്രേമലു. ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത് നെസ്റ്റൻ നായകനായി എത്തിയ ചിത്രം ഭാഷാതിർത്തികൾ കടന്ന് വിജയമായി മാറി. രാജമൗലി വരെ ചിത്രത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരുന്നു. തെലുങ്കിലും തമിഴിലുമൊക്കെ മികച്ച പ്രകടനമായിരുന്നു മലയാള സിനിമയായിട്ട് പോലും പ്രേമലു നടത്തിയത്. പ്രേമലുവിന്റെ വിജയാഘോഷവേളയിലായിരുന്നു രണ്ടാം ഭാഗം അണിയറ പ്രവർത്തകർ അനൗൺസ് ചെയ്തത്. ആദ്യ ഭാഗത്തേക്കാൾ വലിയ സ്കെയിലിലാണ് രണ്ടാം ഭാഗമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ പ്രഖ്യാപനം നടന്ന് 1.5 മാസമായിട്ടും ചിത്രത്തിന്റെ മറ്റൊരു അപ്ഡേറ്റ് പോലും പുറത്തു വന്നിരുന്നില്ല. ചിത്രം താൽക്കാലികമായി ഉപേക്ഷിച്ചെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു. പ്രേമലു 2 മുമ്പ് ഗിരീഷ് ഏടിയുടെ മറ്റൊരു പ്രൊജക്ട് ഭാവന സ്റ്റുഡിയോസ് നിർമ്മിക്കുന്നെന്നും അതിന്റെ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും ദിലീഷ് പോത്തൻ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെ ചിത്രത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. യുവ നടന്മാരിൽ ശ്രദ്ധേയനായ നിവിൻ പോളിയാകും ചിത്രത്തിലെ നായകനെന്ന് കേൾക്കുന്നു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റുകളില്ലാത്ത നിവിന്റെ വമ്പൻ തിരിച്ചുവരവാവും ഈ ചിത്രം എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. യുവാക്കളുടെ പൾസറിഞ്ഞ് സിനിമ ചെയ്യാൻ ഗിരീഷ് ഏടിക്കുള്ള കഴിവാണ് എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കു പിന്നിൽ. എന്നാൽ ഇതിനിടയിൽ ഗിരീഷ് ഏടിയുടെ അടുത്ത ചിത്രത്തിൽ ജയറാം നായകനായി എത്തുന്നു എന്ന് കേട്ടിരുന്നു. ഹോസ്റ്റലറിന്റെ വിജയത്തിന് ശേഷം മലയാളത്തിൽ സിനിമകളൊന്നും ചെയ്യാതിരുന്ന ജയറാം ഈ വർഷം 2 മലയാള ചിത്രങ്ങളുടെ ഭാഗമാകുന്നുണ്ട് എന്ന് അറിയിച്ചിരുന്നു. അതിൽ നിന്ന് ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യുന്ന പ്രൊജക്റ്റാണെന്നും റൂമറുകളുണ്ട്. ദിലീഷ് പോത്തൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, അടുത്ത തന്റെ സിനിമ വലിയ സ്കൈനിലുള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമകളാകും. സാധാരണ അദ്ദേഹം ചെയ്യുന്നത് പോലെയുള്ള പടങ്ങളാകില്ല എന്നും അതിൽ ജയറാമാണ് നായകനെങ്കിൽ മികച്ച സിനിമ തന്നെയായിരിക്കും ജയറാമിന് ലഭിക്കുക. അതേസമയം പ്രേമലുവിന് പിന്നാലെ ഭാവന സ്റ്റുഡിയോസ് അനൗൺസ് ചെയ്ത കരാട്ട ചന്ദ്രന്റെ അപ്ഡേറ്റുകളൊന്നും വരാത്തതും ചർച്ചയാക്കുന്നുണ്ട്. ഫഹദ് ഫാസിലായിരുന്നു ചിത്രത്തിൽ നായകനായി എത്തുന്നത്. ദിലീഷ് പോത്തന്റെ അസിസ്റ്റന്റ് റോയ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഫഹദിനെയായിരുന്നു അന്ന് നായകനായി പ്രഖ്യാപിച്ചത്. ഈ ചിത്രത്തിൽ ഫഹദിന്റെ വില്ലനായി ഗോകുൽ സുരേഷ് ആയിരുന്നു എത്തുന്നത് എന്ന അപ്ഡേറ്റുകളും അന്ന് വന്നിരുന്നു. അതിനുശേഷം കുറച്ച് പോസ്റ്ററുകൾ വന്നതല്ലാതെ മറ്റൊരു അപ്ഡേറ്റുകളും ഇതുവരെ ആയിട്ടും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഈ സിനിമകൾക്കൊക്കെ വേണ്ടി മലയാള സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുക തന്നെയാണ്. നിങ്ങൾ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമ ഏതാണ്? പ്രേമലു 2 ആണോ അതോ കരാട്ടെ ചന്ദ്രനാണോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.